ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ബാഴ്സലോണ വേഴ്സ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം, ലാലിഗയിൽ അവസാനമായി നടന്ന ബാഴ്സലോണയുടെ മത്സരത്തെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. 2-1 എന്ന ഗോൾ സ്കോറിലായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മത്സരത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ബാർസയായിരുന്നു ഓൾമോസ്റ്റ് പ്ലേ ചെയ്തത്. പക്ഷെ അൺലക്കി എന്നല്ലാതെ വേറെ ഒന്നും ആ ഒരു മത്സരത്തെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഫസ്റ്റ് ഹാഫിൽ 4-4-2 എന്ന ഫോർമേഷനിലായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യം ബാർസ സ്കോർ ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിൽ ഡീപോളിൻ്റെ ഒരു തിരിച്ച് കംബാക്ക് വരുന്നു. പക്ഷെ അതിനുശേഷം സിമിയോണി ഗെയിം പ്ലേ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു. അതിനുശേഷം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഫോർമേഷനിൽ നോക്കുമ്പോൾ 5-4-1. അപ്പോൾ മാക്സിമം ഡിഫെൻസീവ്ലി ബ്ലോക്ക് ചെയ്യുക, ആ ഒരു ടാക്ടിക്സ് ആയിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് സിമിയോണി എടുത്ത ഒരു ഡിസിഷൻ. പക്ഷേ എന്നിട്ടും നിരന്തരം ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാഴ്സലോണയ്ക്ക് സാധിച്ചു. പക്ഷേ ഒരു ഫിനിഷിംഗ് പോരായ്മ ആ ഒരു മത്സരത്തിൽ നല്ല രീതിയിൽ കാണാൻ വേണ്ടി സാധിച്ചു. വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ലമിൻ യമാലിൻ്റെ ആ ഒരു സ്പേസ് നല്ലപോലെ മിസ് ചെയ്തു. കാരണം ബാഴ്സയുടെ ഇപ്പോഴുള്ള കറണ്ട് സ്കോഡ് വെച്ച് നോക്കുമ്പോൾ ലമിൻ യമാലിൻ്റെ ആ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ വരുന്ന ആ ഒരു റേഞ്ചിൽ വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയി കളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലെയറും ബാഴ്സയുടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഒരു സ്കോഡിൽ അവൈലബിൾ അല്ല. അപ്പോൾ ആ ഒരു മിസ്സിങ് നല്ല രീതിയിൽ കാണാൻ വേണ്ടി സാധിച്ചു. പക്ഷേ എന്നിട്ടും നിരന്തരം വേറെ എടുത്ത് മെൻഷൻ ചെയ്ത് പറയേണ്ട ഒരു പ്ലെയർ ആയിരുന്നു പെഡ്രി. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. കാരണം ആ മത്സരം ലൈവ് കണ്ടതാണ്. ഇത്രയും ഡിഫെൻസീവിൽ ബ്ലോക്ക് ചെയ്തിട്ടും പെഡ്രിയുടെ ആ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഗെയിം പ്ലേ, കാരണം അത്ലറ്റിക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു ഗോളി ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്ലറ്റിക്കോ കൈച്ചനായത് എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഈ ഒരു തോൽവി ബാഴ്സലോണയ്ക്ക് നല്ല രീതിയിൽ, കാരണം ഒന്നാം സ്ഥാനത്തേക്ക് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്നാം സ്ഥാനത്ത് തുടരാമായിരുന്നു. പക്ഷേ ഈ ഒരു തോൽവിയോടുകൂടി ബാഴ്സലോണ 3-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. വരും മത്സരങ്ങളിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ ചാമ്പ്യന്മാരാകുക എന്നുള്ള ഒരു പ്രതീക്ഷ വളരെ കുറവാണ് ഗൈസ്. പോരാത്തതിന് അത്ലറ്റിക്കോ മാഡ്രിഡ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് ഈ ഒരു സീസണിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്.